Kidnapped Lian in a boat. Hello guys, welcome back. Hello. Verity പറയിപ്പിക്കുന്ന പോലെ. Hello. Welcome back to our YouTube channel. അതെ, അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എവിടെ പോകുന്നു ബീബി? ഇന്ന് നമ്മൾ ക്യാമ്പിങ്ങിന് പോകുന്നു. യെസ്, ഞങ്ങളുടെ കാനഡയിലെ ഫസ്റ്റ് ക്യാമ്പിങ്. യെസ്, ഞങ്ങളുടെ കൂടെ മാനവുണ്ട്. മാനവ് പക്ഷെ അധികം സംസാരിക്കാത്ത ഒരു കുട്ടിയായിട്ട് നിങ്ങളെ ഞങ്ങളുടെ വ്ളോഗിൽ കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇൻട്രോവേർട്ടാണെന്ന് പറയാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. നമുക്ക് 1 hour ഉണ്ട് റജാനയിൽ നിന്ന് അവിടെ പോവാനായിട്ട്. യോജി ചേട്ടൻ, തൻവി, ലിയാനൊക്കെ മോസ്റ്റ് ജോന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും പേരാണ് പോകുന്നത്. നമുക്കിനി പോയിട്ട് കാണിച്ചു. ഞങ്ങൾ അങ്ങനെ അകത്തോട്ട് കയറി. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. യോജിച്ചേട്ടൻ ഓൾറെഡി ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിന്റെ പെർമിറ്റ് ഒന്ന് പ്രിന്റ് ഔട്ട് എടുക്കാനാണ് വന്നേക്കണേ. Hi guys, hi Lian. Hello, how are you? I'll meet you there. വന്ന പാടെ ഞങ്ങൾ ടെൻ്റൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഇതെവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ ഇത് ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. കുറച്ച് സമയം ഞങ്ങൾ അവിടെ പോയി നോക്കി നിൽക്കും, പിന്നെ കുറച്ച് സമയം എന്തെങ്കിലും സഹായിക്കാമെന്ന് വിചാരിച്ചൊക്കെ നിൽക്കും. പക്ഷെ മെയിനായിട്ട് ചെയ്തത് മാനവും യോജനും ഒക്കെ കൂടിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓൾമോസ്റ്റ് ടെൻ്റൊക്കെ ഇങ്ങനെ സെറ്റാക്കി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കി നിന്ന് എൻ്റെ അഭിപ്രായം പറയൂ. ഇപ്പുറത്തെ പോയിന്റ് ടെൻ്റ് ഒരുവിധം സെറ്റായപ്പോഴേക്കും ഞങ്ങൾ നേരെ ഗ്രില്ല് സെറ്റാക്കുന്നതിലോട്ട് കടന്നു. ഗ്രില്ല് ആക്ച്വലി സെറ്റ് ചെയ്തത് മൊത്തം യോജി ചേട്ടൻ മാത്രമാണ്. കാരണം ഞങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാനും അറിയില്ലായിരുന്നു. ഒന്നുമല്ല, തൻവി വീഡിയോ എടുത്തോണ്ടോ നൈസായിട്ട്. യോജി ഞാൻ ഹായ് ഗായ്സ്, നമ്മളിവിടെ ഇത് എന്തൊക്കെയോ സെറ്റ് ചെയ്യാൻ അറിയാന്ന് പറഞ്ഞു വന്ന് നിപ്പുണ്ട്. ആ, ഇന്ന് വല്ലതും നടക്കുവോ? അകം ഫുള്ള് വൃത്തിയാക്കുന്ന മാനവ് ഇൻട്രോവേർട്ടാണെന്ന് പിടിച്ചിട്ട് വന്നത്. അങ്ങനെ ഗ്രില്ലും ടെന്റും ഒക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയപ്പോഴേക്കും ഞങ്ങള് ലിയാന് മാഷ്മെലോ വാങ്ങാനും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് വാങ്ങാനും മറന്നുപോയി. അപ്പോൾ ഇവിടെ അടുത്ത് കോപ്പ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സാൻഡ്ര, കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലുള്ള ഓടിപ്പേര്? സൂപ്പർ. ഓക്കെ, ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തി. ഇനി ഞങ്ങൾക്ക് പെട്ടെന്ന് ഷോപ്പ് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങണം. അപ്പം നമുക്കിനി തിരിച്ചു പോയിട്ട് കാണാം. ഞങ്ങളുടെ സാൻഡ്ര അത് കറക്റ്റായിട്ട് വന്നു. ലിയാൻ എന്താ കഴിക്കുന്നേ? ടെന്റി പോവാണോ? എന്താ ചെയ്യാൻ പോണേ? നമുക്ക് മാഷ്മെലോ ടോസ്റ്റ് ചെയ്ത് കഴിക്കാം. അതെ, അത് ചുണ്ട് കണ്ടാലും പറയും. ഭയങ്കര അടിപൊളി. എനിക്ക് അല്ലാണ്ട് മാഷ്മെലോ ടേസ്റ്റ് ഇഷ്ടമല്ല. ഇത് ഇങ്ങനെ കഴിക്കാനാണെങ്കിൽ കഴിക്കാം. കുറച്ച് തീ തരുമോ സാർ? കുറച്ച് തീ തരുമോ സാർ? മാറ്റി കൊടുക്കോ? ഇല്ല ചേട്ടാ, ഷോ ആവശ്യമുള്ള 15 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് പോകണം. അയ്യോ, എന്താ ഇത്? തീത് ഒരു പൂ ചോദിച്ചപ്പോ നീ ഒരു പൂക്കാലം കൊടുത്തല്ലോ. ആ, അത്രയ്ക്കും തെറിക്കോ?
യെസ്, നമ്മളുടെ മാഷ്മെല്ലോ കരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. മാഷ്മെല്ലോ വാങ്ങിച്ചോണ്ട് വന്നത് ലിയാന് വേണ്ടിയാണെങ്കിലും അത് ട്രൈ ചെയ്തത് ഫുള്ള് ഞങ്ങളാണ്, മാറിയും തിരിഞ്ഞു. നല്ല ടേസ്റ്റ് ആയിരുന്നു മാഷ്മെല്ലോ. നമ്മള് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ലിയാനുമായിട്ട് ഒരു കുട്ടി വാക്കൊക്കെ പോയി തിരിച്ചു വന്നു. വാക്ക് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും നമ്മുടെ ഗ്രില്ലൊക്കെ ചെയ്യുന്നത് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്തിട്ടാ വന്നത് മീറ്റൊക്കെ. ഇത് മാനം ഫുള്ളെടുത്ത് കഴിച്ചു. സാൻഡ്രയുടെ വെറൈറ്റി പോലെ പൊടിച്ചിട്ട് അവിടെ പോയി നിക്കുവാ അതിന്റെ അടുത്ത്. ഗോവയില് പോയപ്പോഴത്തേക്ക് ചെയ്യുന്നുണ്ടോ? ആ ചെയ്യും നിങ്ങള്. ലവ് സ്റ്റോറി പറയൂ, ഒന്ന് കേക്കട്ടെ. എബി എന്താ ചെയ്യണേ മക്കളെ? എനിക്ക് ഈ പാറ്റി ഒന്ന് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയാ. ഓ ആരാ അവിടെ? ആശാ പിയൻ. ഒന്നും കണ്ടൂടാ, ഇരുട്ട. ആന്റി ഉറങ്ങുവാണ് ഗൈസ്. ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് മഷ്റൂം മുറിച്ചു. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ടെന്റും ബാർബേക്യൂ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പാറു. എല്ലാവരും അതെ. എയർബെഡിൽ കാറ്റൊക്കെ നിറച്ച് തളർന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങള് ഇതിനടുത്ത് വാഷ്റൂമിൽ പോവാനും പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങള് എവിടെ പോവാന്ന് വിചാരിച്ചു എന്ന് നിങ്ങക്ക് ഗസ് ചെയ്യാമോ? ഞങ്ങളിവിടെ ലിയാനെ കൊണ്ട് ഒരു പ്ലേ ഗ്രൗണ്ട് ഉള്ളിടത്ത് പോവാനായിട്ടാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ പോകുന്നവരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങളായിരിക്കും കുട്ടികളായിട്ട് മാറാൻ പോകുന്നതെന്ന്. പറ്റും, നിസ്സാരം. തന്നെ വീഴല. സ്ലിപ്പറിയാ മഴ ആയതുകൊണ്ട്. ചലഞ്ചിന്റെ അടുത്ത വ്യക്തി രംഗത്തേക്ക്. ഓക്കെ ഓക്കെ ഞാനാണ്. ഓക്കെ വരൂ നിസ്സാർ. ഓ അത് പറ്റത്തില്ല. ഞാൻ ജിമ്മിൽ പോയി എടുത്ത് വെയിറ്റ് എടുത്തേ. ഭയങ്കര ബ്ലിസ്റ്റേഴ്സാ. നിൽക്കേണ്ട ആവശ്യമില്ല, നടന്നു പോവാന്നൊക്കെ. ട്രൈ ചെയ്യണം. ആ ശരിയാ, 10-31 വയസ്സായില്ലേ ബിയെ. ഞങ്ങളെല്ലാവരും ഒരുപോലെ ലിയാൻ്റെ കൂടെ തന്നെ പാർക്കിൽ എൻജോയ് ചെയ്തതിന് ഞങ്ങൾ നേരെ തിരിച്ചു പോയി കുറച്ച് സമയം കൂടി തീയൊക്കെ കാഞ്ഞ് പാട്ടൊക്കെ കേട്ട് കുറച്ച് എൻജോയ് ചെയ്തിട്ട് കിടന്നുറങ്ങാനാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ. ഇനി അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്, സീ യു ഓൾ ഇൻ ദ മോർണിംഗ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ
എഴുന്നേറ്റ് നടന്ന് വാഷ്റൂമിലൊക്കെ പോകാൻ വന്നതാണ്. അപ്പോൾ അതൊക്കെ സെറ്റായി നമ്മൾ തിരിച്ചു പോയി. എനിക്ക് തോന്നുന്നു യോജിച്ചാലും തന്മയും ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചായ ഇട്ട് കഴിഞ്ഞു. ഇന്നലെ ഭയങ്കര ഫുഡ് അടിയായിരുന്നോണ്ട് ഇന്ന് രാവിലെ കഴിക്കാനൊന്നും നിങ്ങളുടെ വയറിനകത്ത് സ്ഥലമില്ല. പിന്നെ ഞാൻ പറഞ്ഞ രാവിലത്തെ സീൻ ഇതാണ്. നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഞാനാണ് ഇത് ചെയ്യുന്നതെന്ന്. അല്ല, പാവപ്പെട്ട യോജിച്ചേട്ടനാണ്. ഞാനാന്ന്. ഞങ്ങൾ ആരുമല്ല. പാവം യോജിച്ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. ഈ ടെന്റ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവർ ഡിമോളിഷ് ചെയ്യും. ടെന്റ് ഫുൾ ഓടി ഗൈസ്. ഇറക്കിക്കോളൂ. കെടാ വിളക്ക്. അതെ. അയ്യോ, നല്ല കെട്ടുണ്ടായിരുന്നു അതിന്. ഓ, ഇതാണ് സംഭവം അല്ലേ? ഇതാണ് ഇതിന്റെ ഫ്രെയിം അല്ലേ? നോക്കൂ ചേട്ടാ, അടുത്ത തവണ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് ടെന്റ് പോക്കുന്നു, ബാക്കിയുള്ള എല്ലാം വലിച്ചു നീട്ടുന്നു. വണ്ടിക്കകത്ത് കയറ്റിയപ്പോൾ എല്ലാം ഭയങ്കര ക്ലീനായി. ഞങ്ങൾ ആദ്യം വന്നപ്പോ കിടക്കുന്ന പോലെ കിടപ്പുണ്ട് ഇപ്പോ, അല്ലേ ഗൈസ്? ഞങ്ങളിവിടെ വേസ്റ്റ് ഡംപ് ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു സംഭവം കണ്ടു. RVയിലൊക്കെ വരുന്നത് വാഷ്റൂം വേസ്റ്റ് ഇങ്ങനെയാണ് അവർ കളയുന്നത്. അവിടെ ഒരു ട്യൂബ് പോലത്തെ സംഭവമുണ്ട്. അത് നേരെ സെപ്റ്റിക്കിലോട്ടാണ് പോകുന്നത് അല്ലേ? ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഹൈജീൻ പരമായിട്ടാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി നേരെ ഫിഷിംഗ് ക്യാമ്പിംഗ്, ഫിഷിംഗ് ബോട്ടിങ്ങിന് പോവാണ്. നമ്മളിവിടെ ബോട്ടിൽ എയർ ഫിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. I was helping her with that. I am not lazy. No, but I asked you to turn to wearing life jacket. Since you are lazy. I want life jacket. No. I don't want life jacket. I need a life jacket. Oh my god. We go fishing. We will fishing. Yeah, okay. യോജിച്ചേട്ടൻ ഇവിടെ ചൂണ്ട സെറ്റ് ചെയ്യുവാണ്. ഇത് ലിയാന്റെ ചൂണ്ടയാണല്ലേ? ഇത് എന്താ ഇപ്പൊ ഈ ചെയ്യുന്ന? എന്താ ഈ ചെയ്യുന്ന? എന്റെ പേര് ചേട്ടാ നമുക്ക് ബോട്ട് എന്തായി നോക്കാം. What is that, Lian?
ഫസ്റ്റ് ബാച്ച് ഓൾറെഡി കയറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് ബാച്ചിൽ പോയത് മാനവും എബിയും ലിയാനും കൂടിയാണ്. അപ്പൊ അവരുടെ ഒരു എൻജോയ്മെന്റ് കഴിഞ്ഞ് അവരതേ തിരിച്ചു വന്നോണ്ടിരിക്കുവാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ 4 പേര് പോവാനാ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതെന്താവും നോക്കാം നമുക്ക് എന്തായാലും. ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങളിപ്പോൾ ബോട്ടിങ്ങിന് ഇറങ്ങി. As usual. ആസ് യൂഷ്വൽ എബിയാണ് തുഴയുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പർ. സൂപ്പർ. എനിക്ക് നീ വിനോദം ഇഷ്ടമാണ്. അതെ, ഇഷ്ടമുള്ളതുകൊണ്ട് ശരി. ഞങ്ങൾ പാസഞ്ചർ ക്ലാസ്സസ് നീന്താൻ അറിയത്തില്ല. അതുകൊണ്ട് എല്ലാ ഒരു വിശ്വാസം എബിച്ചേട്ടനിൽ കൊടുത്തുകൊണ്ട് ഞങ്ങൾ അതെ ഇവർക്ക് 2 പേർക്കും നീന്തൽ അറിയാം. സർവൈവൽ നീന്തൽ അറിയാം. അങ്ങോട്ട് തന്നെ കൊണ്ടുപോകുന്നു. ഞങ്ങള് 4 പേരും പോയി വന്നപ്പോഴേക്കും യോജിച്ചേട്ടൻ തൻവി ആൻഡ് ലിയാൻ പോവാണ്. ലിയാൻ ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞത് ഞങ്ങൾ ശരിക്കും കേട്ടില്ല. അപ്പോൾ അങ്ങനെ പോവാൻ പറ്റാത്തതിന്റെ സങ്കടമാണ് ലിയാന്. പക്ഷെ ഞങ്ങൾ ഇവര് പോയി തിരിച്ചു വന്നിട്ട് ഒന്നും കൂടി പോവാം എന്ന് വിചാരിക്കുന്നുണ്ട്. യോജിച്ചേട്ടനൊക്കെ തുഴഞ്ഞു അങ്ങ് അറ്റം വരെ പോയി. ഇതിപ്പോ ഞാൻ സൂം എടുത്താണ് ഇപ്പൊ കാണിക്കുന്നത്. സൂം ഔട്ട് ചെയ്താൽ കണ്ടില്ലേ, അത്രയും ദൂരം അവര് പോയിട്ടുണ്ട്. തിരിച്ചു തുഴയാൻ കഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നീണ്ട പരിശ്രമത്തിന് ശേഷം അവർ തിരികെ എത്തിയിരിക്കുകയാണ്. Hi Lian, how was it? Good? Did you enjoy? അവൻ മാത്രമേ എൻജോയ് ചെയ്തുള്ളൂ. Wait, Lian. Oh, yay! എങ്ങനെയുണ്ടായിരുന്നു ഗൈസ്? നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയൂ. എങ്ങനെയുണ്ടായിരുന്നു? ഞാനും സാൻഡ്രയും ഇത് അവിടെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കറങ്ങുക മാത്രമേ ചെയ്യുള്ളൂ, മുന്നിലോട്ടോ ബാക്കിലോട്ടോ പോകത്തില്ല. Kidnapped Lian in a boat. Lian, and we are planning to throw him out from my boat. You what? I'm throwing you what? out. No, you. അങ്ങനെ ഞങ്ങള് ലിയാനെ എടുത്തിട്ട് സെക്കൻഡ് റൗണ്ട് ബോട്ടിങ്ങിന് വന്നതാണ്. Say hi to one. That is my house. Oh, that is Show okay. Lian's That house. is Lian's house. No, it's not. Mine is like a brown one. Okay, like the brown one is yours. Yes. Oh, okay. And that's my daycare. Oh, that's your No, my daycare. daycare is brown too. That's also brown too. Oh my God. Yeah. Yeah. Where is mommy and papa? You what? Where are they? I can't see them. We are so far. No. Oh. What are they doing there? What Not you do? boat. Lian, what they're doing there, Lian? They are going boating. Oh. Hello. Hello. Say bye. Hello, mommy. How? Hiya. Oh, we are waiting. Prepare Yeah, for the I waves, did guys. that. Prepare for the waves. പിടിച്ചോ Under the rock. എന്നെ പിടിച്ചോ. You are under the rock. We survived. We are still alive. എന്നെ നെഞ്ചുണ്ടല്ലോ ഇവിടെ. എന്റെ മുടിയൊക്കെ നോക്കാം.
ഹാർട്ട് ഉള്ളിലില്ല. അയ്യോ, ഇവിടെ നമുക്ക് സൈഡിൽ കൂടി സ്പീഡ് ബോട്ട്സ് പോകുമ്പോ നമ്മുടെ ഒരു കുഞ്ഞു ബോട്ട് ആയതുകൊണ്ട് ആ ഒരു വേവ്സ് വരുന്നത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യും. You what? My mommy. Your mommy? Say hi. Say hi. Hello. Hello. നെഞ്ചൊന്ന് ഇടിച്ചു വെളി വന്നു. Hi. Hi. Hello. Are you enjoying? പിള്ളേര് വന്നിരിക്കുമ്പോ എനിക്ക് ഇഷ്ടമാണ്. See how hard Abby is going. See. My God, one. അങ്ങനെ അവര് പോയി. അങ്ങനെ ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി നേരെ വീട്ടിൽ പോകുന്നു അല്ലേ ഗൈസ്? യെസ്. ആൻഡ് മാനവ് is leaving to Ontario. Sadly. ഓക്കെ. അപ്പോൾ ഞങ്ങള് ഭയങ്കര ടയേർഡായിട്ട് ഭക്ഷണം കഴിക്കാൻ ഐഡനിൽ വന്നു. ആൻഡ് ഇവിടെ നല്ല ക്ഷീണം. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ആൻഡ് മാംഗോ മൊയ്റ്റോ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അത് വാങ്ങി നമ്മൾ ടേക്ക് ഔട്ടാണ് പറഞ്ഞത്. ഇവർ 2:30 ക്ലോസ് ഇവർ 2:30 ക്ലോസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കഴിക്കേണ്ടി വരും. ഇപ്പോൾ ഓൾറെഡി 2:10 ഒക്കെ ആവാറായി. പിന്നെന്താ എന്നത്രയുള്ള പോകുന്ന വഴിക്ക് മാനവന് ബ്ലൂബെറി ചീസ് കേക്ക്. ഇവിടെ ഇവിടെ കനേഡിയൻസ് ഒക്കെ ക്യൂ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. സാൻഡ്ര കഴിഞ്ഞ ഓണം ബാക്കിയുള്ള എല്ലാവരും ഷുഗർ കട്ടില്ല. അവരൊക്കെ ഷുഗർ സ്മോൾ. I have to try. ഞാൻ ഷുഗർ അന്നും പറഞ്ഞു. ഞാൻ ചീറ്റ് ഡേയിലാണ്. ഞാൻ ഷുഗർ കട്ടൊന്നും അല്ല കേട്ടോ. എന്നെ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കില്ല. ഇതിൽ നിന്നെ എന്ത് കട്ടാണ്? ഞാൻ കഴിക്കും. We'll buy one medium. I and Abby will eat 3/4. You both eat 1/4. അല്ല ശരിക്കും അങ്ങനെ കഴിക്കാറുള്ളൂ. അത്രയും മതി. ഒരുപാട് അന്ന് പാറും ഞാനും മേടിച്ചത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല ക്വാണ്ടിറ്റി കിട്ടും. ചെറുതാണെങ്കിൽ അപ്പോൾ നമുക്ക് പാഴ്സൽ വന്ന് ഇനി നമ്മൾ ബ്ലൂബെറി ചീസ് കേക്ക് കഴിക്കുന്ന കാണാൻ പോവാം. ഗൈസ്, ഞങ്ങൾ അവസാനം മിൽക്കി വേയിലെത്തി. മാനവിനെ കൊണ്ട് I'm waiting for it. മാനവിച്ചിരി ഇൻട്രോവേർട്ടാ. ഓർമ്മിപ്പിക്കണമെന്നൊക്കെ അത്. ഓക്കെ, നമുക്ക് ബ്ലൂബെറി ചീസ് കേക്ക് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണാം. കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ. കഴിയുന്നെടുത്തു എന്നൊക്കെ. അപ്പൊ നമുക്ക് എന്തായാലും വീട്ടിൽ പോയി നമ്മൾ ഐഡാൻ ഇന്ന് പാഴ്സലാണ് വാങ്ങിച്ചത്. ഫുഡ് കഴിക്കാം ഗൈസ്. ഫുഡ് ഹലോ. സോ ഗൈസ്, നമ്മുടെ ക്യാമ്പിങ്ങും ബോട്ടിങ്ങും എല്ലാം ഇന്ന് കഴിഞ്ഞ് നമ്മൾ ടയർഡായിട്ട് വീട്ടിൽ തിരിച്ചു വന്നു. നമ്മൾ റെസ്റ്റ് എടുക്കുക. സോ നിങ്ങൾക്ക് ആ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ്